നമ്മുടെ സർക്കാർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലൊക്കെ പാസ്സാക്കിയ നിയമമായി. യഥാർത്ഥത്തിൽ ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്താണ്? ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് 2010 പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്. അത് പാർലമെന്റ് പാസ്സാക്കിയ നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള രാജ്യത്തുള്ള എല്ലാ സ്വകാര്യ ആശുപത്രികളുടെയും സർക്കാർ ആശുപത്രികളുടെയും ക്ലിനിക്കുകളുടെയും ലാബറട്ടറികളുടെയും എല്ലാം ചൂഷണത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാൻ, ആ ചൂഷണത്തിന് ഇരയാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കാർഡ് പോലെ കൊണ്ടുവന്ന ഒരു ബില്ലാണ്, നിയമമാണ് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് 2010. അപ്പോൾ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് 2010 പാർലമെൻറ്റ് പാസ്സാക്കിയപ്പം 2010 തന്നെ അത് മാൻഡേറ്ററി ആക്കിയിട്ട് പറഞ്ഞാൽ ഓൾ ദ സ്റ്റേറ്റ്സ്, എല്ലാ സ്റ്റേറ്റ്സും അത് നിയമമാക്കി അത് നിയമസഭ വെച്ച് പാസ്സാക്കി അത് ആ സ്റ്റേറ്റിൽ അത് എല്ലാ ആശുപത്രികളിലും ഈ നിയമം നടപ്പിലാക്കണം. അങ്ങനെ 2010 വന്ന ആ നിയമം 2015 വരെ കേരളത്തിൽ നിയമമായില്ല. അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തു. അന്ന് അശോക് ഭൂഷണാണ് ചീഫ് ജസ്റ്റിസ്. അപ്പോൾ സംഭവം അറിഞ്ഞ ഉടനെ ഒരു വർഷത്തിനകത്ത് തന്നെ അദ്ദേഹം ഓർഡർ ഇട്ടു, ഇന്നമാതിരി എക്സ്പീഡീഷ്യസ്ലി ഈ നിയമം കേരളത്തിൽ ഉടൻ നടപ്പിലാക്കണമെന്ന് ഗവൺമെൻറ് ഡയറക്റ്റ് ഓർഡർ കൊടുത്തപ്പോഴത്തേക്ക് അന്ന് UDF സർക്കാരായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ സർക്കാരായിരുന്നു. അപ്പോൾ അവരുടെ ലാസ്റ്റ് ടേം ആയിരുന്നു. അപ്പോൾ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അത് നടപ്പിലാക്കാൻ ഒരു ഇതും എടുത്തില്ല. അത് കഴിഞ്ഞാണ് ശൈലജ ടീച്ചർ CPM പിണറായി സർക്കാർ 2016 വരുന്നത്. അങ്ങനെ ശൈലജ ടീച്ചർക്ക് ഇവർ കോടതിയിൽ നിന്ന് ഡയറക്റ്റ് ഇത് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നമാതിരി ഉടൻ തന്നെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത് കണ്ടംപ്റ്റ് ആവും എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് നിക്കക്കള്ളിയില്ലാതെയാണ് ഇത് ശൈലജ ടീച്ചർ അന്ന് അത് ബില്ലാക്കി നിയമസഭ വെച്ച് നിയമമാക്കി അത് പാസ്സാക്കി എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും ഇത് നടപ്പിലാക്കാനുള്ള കമ്മിറ്റികളും രജിസ്ട്രിങ് അതോറിറ്റി എടുത്ത് അതാത് ജില്ലാ കളക്ടർ അതിൻ്റെ ചെയർമാനും അവിടുത്തെ DMO അസിസ്റ്റൻറ്റുമായിട്ട് സമിതികൾ വന്നു. അതിപ്പോൾ എത്ര വർഷമായി? ഇവർ വന്നിട്ട് ഇപ്പം 9 വർഷമായില്ലേ. പക്ഷേ ഇന്ന് വരെ ആ നിയമം ഒരു ആശുപത്രിയിലും ഒരു ക്ലിനിക്കിലും ഒരു ലാബറട്ടറിയിലും ആ നിയമം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല ഈ സർക്കാർ. എന്താ സംഭവം എന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് ഈ നിയമം ഇവിടെ പാസ്സാക്കിയപ്പോഴത്തേക്ക് ഈ പ്രൈവറ്റ് ആശുപത്രിക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു റിട്ട് ഹൈക്കോടതി കൊടുത്തിട്ട് പറഞ്ഞിരുന്ന മാതിരി ഇതിൽ കുറേ പ്രൊവിഷൻസ് ഉണ്ട്, ഞങ്ങൾക്ക് അത് മാറ്റിത്തരണം എന്ന് പറഞ്ഞ്. അങ്ങനെ മാറ്റിത്തരണമെന്ന് പറഞ്ഞ് ആ കേസ് ഇന്നും ഹൈക്കോടതിയിൽ നിലനിൽക്കുക. ഇത്രയും വർഷമായി. അതിൻ്റെ പ്രതിയാക്കിയതാരാ? പ്രതിയായിട്ട് നിൽക്കുന്ന പ്രതി വെച്ചാൽ നടപ്പിലാക്കേണ്ട ഗവൺമെൻറ് വക്കീലാണ്. അവർ കൊണ്ടുവരുന്നെല്ലാം വലിയ വക്കീലന്മാരെ കൊണ്ടുവന്നിട്ട് നീട്ടി ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടി കൊണ്ടുപോകുക. എന്നിട്ട് ഈ ഗവൺമെൻറ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനാസ എന്ന് പറയുന്നത് അവർ ചെന്ന് ഇത് അറ്റോർണി പറയുന്നത് ഇത് നിയമമായതാണ്, ഇറ്റ് കനോട്ട് ഗോ ഓൺ ലൈക്ക് ദിസ് ഫോർ എവർ ബിക്കോസ് ഇറ്റ് ഹാസ് ബിക്കം എ ലോ ഓഫ് ദ ലാൻഡ്, സോ ഇറ്റ് ഹാസ് ബി ഫിനിഷ് ആൻഡ് എ വേർഡിക്റ്റ് ഹാസ് ടു കം എന്ന് പറയാൻ അവിടെ ആരും ചെല്ലുന്നില്ല. ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് പറയാം. അങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് ഇന്ന് വരെ ഒരു ഗുണമുണ്ടായി. ഈ ബില്ല് നടപ്പിലായാലുള്ള ഗുണമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ട് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നു. വയറ്റുവേദന, നെഞ്ചുവേദന, ഇത് ഉടനെ കൊണ്ടുപോയി IC കൊണ്ടുപോയി ലക്ഷങ്ങൾ അടിച്ചു കൊടുക്കുന്നു. നമ്മൾ പിറന്നായാലും പൈസ ഉണ്ടാക്കി കൊണ്ടുപോയി അടച്ച് പോകണം. എന്തിനായി നിങ്ങൾ ഇത്രയും രൂപ ചാർജ് ചെയ്തതെന്ന് പോലും ചോദിക്കാനുള്ള ഒരു അവകാശം ഒരു സിറ്റിസനും ഇല്ല. അങ്ങനെ ചോദിക്കാനുള്ള ഒരു അവകാശമാണ് ഈ നിയമം. എന്ന് വെച്ചാൽ നമ്മൾ ആശുപത്രി ചെല്ലുമ്പോഴേ ഈ ഹോട്ടലുകളിൽ വിവര പട്ടിക എഴുതിയിട്ടിരിക്കുന്ന കണക്ക് എഴുതി വയ്ക്കണം. എർണിയ ഓപ്പറേഷൻ ഇത്, സിസേറിയൻ ഇത്, പിന്നെ മുട്ട് ഓർത്തോഡ് ഓപ്പറേഷൻ ഇത്, എല്ലാം ഡോക്ടർമാർ പേര് എഴുതുന്ന കണക്ക് ഓരോന്ന് എഴുതണം. അപ്പോൾ ഓരോ ആശുപത്രിയിലും ക്ലാസിഫിക്കേഷൻ വരും. നമുക്ക് തിരഞ്ഞെടുക്കാം. അത് നമ്മളെ നെറ്റിൽ തന്നെ വരും ഓരോ ആശുപത്രി റേറ്റുകൾ. ആ റേറ്റിൽ വ്യത്യാസം വരാൻ പാടില്ല. ഇപ്പം നമ്മൾ ഒരു MRI സ്കാനിന്
ഒരിടത്ത് ചെല്ലും 3000 രൂപ, ഒരിടത്ത് ചെല്ലും 7000 രൂപ. ഈ ട്രിവാൻഡ്രത്ത് തന്നെ എന്ന് കഴിഞ്ഞാൽ ആ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് നിന്നാൽ 3 കയറിയാൽ 3 റേറ്റാണ്, ഒരിടത്ത് 10000. എന്ന് വെച്ചാൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വേറെയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. ചോദിക്കാനൊന്നും പറ്റത്തില്ല, പൈസ കൊടുത്ത് പോകാനേ പറ്റും. ഇത് യു ക്യാൻ ക്വസ്റ്റ്യൻ ദം ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് ദേ ഹാവ് ടു എക്സിബിറ്റ് ഇറ്റ് ഔട്ട് സൈഡ്. ഈ സ്കാനിന് ഇത്ര രൂപ, CT സ്കാനിന് ഇത്ര രൂപ, അത് മറ്റുള്ളവരുമായിട്ട് വ്യത്യാസം വരാൻ പാടില്ല. പിന്നെ ഈ അവിടെ നമ്മളോട് പെരുമാറുന്ന രീതി പോലും ശരിയല്ലെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റാഫിൻ്റെ, നമുക്ക് ഉടനെ കംപ്ലയിൻറ്റ് ചെയ്യാം. ഉടനെ ഡിസ്ട്രിക്ട് കളക്ടർ വരെ 24 മണിക്കൂറിനകം അത് ഇൻസ്പെക്ട് ചെയ്തിട്ട് 5 ലക്ഷം രൂപ ഓൺ ദി സ്പോട്ടിൽ ഫസ്റ്റിൽ തന്നെ ഫൈൻ ചെയ്യാം. പേപ്പറിൽ വരും, ബ്ലാക്ക് മാർക്ക് വരും. അപ്പോൾ അതിനൊന്നും ഒരു ആശുപത്രികൾ നിൽക്കത്തില്ല. പിന്നെ നമുക്ക് എന്ത് മരുന്ന് തരുന്നു, ആ മരുന്നിൻ്റെ ഗുണം എന്താണ്, ആ മരുന്ന് ഇതുമായിട്ട് ഇതിനുള്ള മരുന്നാണോ എന്ന് നമുക്ക് യൂട്യൂബിൽ കയറി നോക്കാം. അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഈ നിയമമായിട്ട് കൊണ്ട് നമുക്ക് പ്രാവർത്തികമാക്കാം. ആ ബില്ലാണ് ഇവരിങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിന് സർക്കാരാണ് മുൻകൈ എടുത്ത് വാദമെല്ലാം തീർന്നു. എന്നിട്ടും ഇത് വരുന്നു, വാദം തീർന്ന് പിന്നെ അവർ കൊണ്ടുപോയി നീട്ടി കൊണ്ടുപോയ എന്ന് വെച്ചാൽ ഇത് അറ്റോർണി ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഇറ്റ് വാസ് ബിക്കം എ ലോ ഓഫ് ദ ലാൻഡ്. ബിക്കോസ് ഞാനൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗൻ്റാണ്. ഞാൻ ഒരു 10-15 വർഷം ഹൈക്കോടതി കയറി ഇറങ്ങിയാണ്, സ്വന്തമായിട്ട് കേസ് പറഞ്ഞ് പാർട്ടി പേഴ്സണായിട്ട്. ഐ നോ തിങ്സ്. ഇഫ് ദ ഗവൺമെൻറ് ലീഡർ കംസ് ആൻഡ് അറ്റോർണിയ വന്നു കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ഗോ ഓൺ ലൈക്ക് ദിസ് ബിക്കോസ് ഇറ്റ് ഹസ് ബിക്കം എ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ കോർട്ട് ക്യാൻ സേ നോ, ഡോണ്ട് ഇംപ്ലിമെൻറ്റ് ഇറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും നല്ല ഒരു സംഭവം ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഗുണം വരുന്നൊരു സംഭവം പാവപ്പെട്ട നമുക്ക് ആശുപത്രി പോകാൻ പറ്റത്തില്ല. കൊള്ളയാണ് നടക്കുന്നത് അവിടെ. ഈ പ്രസവത്തിൻ്റെ കണക്ക് തന്നെ ഈ അടുത്ത സമയത്ത് പത്രത്തിൽ വന്നു. ഗവൺമെൻറ് ആശുപത്രി 3 നടക്കുക, മറ്റിടത്ത് 99 നടക്കുന്നത് സിസേറിയൻസ്. അതേ കണക്ക് എല്ലാ കാര്യത്തിലും. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു 2-3 ആഴ്ചയാണ് എൻ്റെ ഒരു ഫ്രണ്ടല്ല എൻ്റെ ഒരു അറിയാവുന്ന 82 വയസ്സായ ഒരു സ്ത്രീ, അവർക്ക് എണീറ്റ് നടക്കാൻ പോലും വയ്യ. അങ്ങനെ അവർക്ക് കൊണ്ടുപോയി വയറ്റുവേദന പറഞ്ഞ് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തപ്പോൾ കൊല്ലത്തൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് പോലീസ് പെറ്റീഷൻ വരെ കൊടുത്തിട്ട് രാത്രി ഡോക്ടർ വന്നിട്ട് അവർക്ക് ചെറിയ നെഞ്ചുവേദന വരെ വന്നു. ഡോക്ടർ വന്ന് അവിടെ നിന്ന ബൈസ്റ്റാൻഡർ മോളുടെ അടുത്ത് പറഞ്ഞു, ഇപ്പം നിങ്ങൾ ചെയ്തില്ല ഇത് മരിച്ചു പോകും ഈ നിങ്ങളെ തള്ള. 82 വയസ്സായവരെ പൊക്കിയെടുത്ത് ആ രാത്രി തന്നെ കൊണ്ടുപോയി സ്റ്റെൻഡായിട്ട് 2.5 ലക്ഷം രൂപ അടിച്ചു കൊടുത്തു രാവിലെ. അപ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഒരു നീക്കവും നടക്കുന്നില്ല. കോടതിയിൽ പോയി അറ്റോർണി ആയാലും ആരായാലും AG ആയാലും നോബഡി ഈസ് ഗോയിങ് ആൻഡ് ടെല്ലിങ് ഇത് നിയമമായതാണ്, നിയമം ഇത് ഇറ്റ് കനോട്ട് ഗോ ഓൺ ലൈക്ക് ദിസ്, സോ സംതിങ് ഹാസ് ടു ബി ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി പറയത്തില്ല ഇത് നിയമമായതാ അതുകൊണ്ട് നടപ്പിലാക്കണ്ടെന്ന് പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ദി ഇനിഷ്യേറ്റീവ് ഹാസ് ടു കം ഫ്രം ദ ഗവൺമെൻറ് സൈഡ്. സർക്കാരാണ് ഇനി അത് എത്രയും പെട്ടെന്ന് അത് നിയമമാക്കുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇത് 3.5 കോടി ജനങ്ങൾക്ക് ഇത് ഗുണപ്പെടും. ഇതൊരു റെവല്യൂഷൻ ആയിരിക്കും സത്യത്തിൽ ഈ മെഡിക്കൽ ഹെൽത്ത് ഫീൽഡിൽ, യാതൊരു സംശയവും വേണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.